السلام عليكم ورحمة الله وبركاته. الله أكبر 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 لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر ما أشرقت وجوه الصائمين بشرا الله أكبر ما تعالت الأصوات تكبيرا وذكرا الله أكبر ما توالت الأعياد عمرا ودهرا لك المحامد ربنا سرا وجهرا لك المحامد ربنا دوما وكرا لك المحامد ربنا شعرا ونثرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. عباد الله أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, വളരെ മനോഹരമായ ഒരു പ്രഭാതത്തിലാണ് നമ്മളുള്ളത്. ആ പ്രഭാതത്തിന്റെ വർണ്ണരാജികളുടെ തിളക്കം എന്റെയും നിങ്ങളുടെയും ഒക്കെ മുഖത്തുണ്ട്. എല്ലാവർക്കും ദീർഘായുസ് നേരുന്നു. അള്ളാഹു ആയുരാരോഗ്യത്തോടുകൂടി ദീർഘകാലം ജീവിക്കാൻ, അങ്ങനെ പടച്ച തമ്പുരാന് നമ്മുടെ ജീവിതകാലം മുഴുവൻ സ്തുതി അർപ്പിക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വിഭവങ്ങളിൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വ മുറുകെ പിടിക്കുക. നോമ്പിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത തഖ്വയുമായി ശിഷ്ടകാലം മുമ്പോട്ട് പോകണമെന്ന് ആദ്യമേ തന്നെ ഞാൻ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നാണ് അള്ളാഹു ഈ കഴിഞ്ഞ ഒരു മാസത്തെ സംബന്ധിച്ച് നമ്മളോട് പറഞ്ഞത്. ആ എണ്ണം പടച്ച തമ്പുരാന്റെ വലിയ അനുഗ്രഹത്തിന്റെ പേരിൽ നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാത്രിയിലൊക്കെ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടൊക്കെ കഴിയുന്നത് പോലെ കുറഞ്ഞ സമയങ്ങളാണെങ്കിലും തറാവീഹിന്റെ പേരിലും തഹജ്ജുദിന്റെ പേരിലും ഖിയാമുൽ ലൈലും ഒക്കെയായിട്ട് നമ്മൾ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലത്തെ മോഹിച്ചു അവന്റെ അതിഭയങ്കരമായ ശിക്ഷയെ ഭയന്നുമാണ് ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചത്. ഇഅ്തികാഫ് ഇരുന്നത്, ഖുർആൻ ഓതിയത്, ദാനധർമ്മങ്ങൾ ചെയ്ത് പുണ്യം നേടിയത്, നോമ്പ് തുറപ്പിച്ചത്, അഗതികൾക്കും ആലംബഹീനർക്കുമൊക്കെ നമ്മളിൽ പലരും അന്നമുട്ടിയത്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് ഈ പെരുന്നാൾ രാവിന്റെ പകലിന്റെ തുടക്കത്തിൽ പോലും നമ്മളൊക്കെ ഓടി നടന്നത് ആ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ്. പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകിയത്
അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലത്തെ മോഹിച്ചിട്ടും നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ ശിക്ഷയെ നമ്മൾ പേടിച്ചിട്ടുമാണ്. ഇതൊക്കെ കൊണ്ട് നമുക്ക് ഈ പെരുന്നാൾ സന്തോഷിക്കാനുള്ള പെരുന്നാളാണ്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാളില് സന്തോഷിക്കാനും ആ സന്തോഷം പ്രകടിപ്പിക്കാനും ഒക്കെ നമുക്ക് അവകാശമുണ്ട്. സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തിൽ പടച്ച തമ്പുരാൻ പറഞ്ഞതുപോലെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിയെ പറയുക, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, നാഥന്റെ അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ കരുണയും കൊണ്ടാണ്. ഫബിദാലിക ഫൽയഫ്റഹു, അല്ലാഹുവിന്റെ കരുണയും അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിച്ചോളൂ. ഫൽയഫ്റഹു, നിങ്ങൾ സന്തോഷിച്ചോളൂ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നമ്മൾ മറ്റൊന്തൊക്കെ കൂട്ടിവെക്കുന്നതിനേക്കാളും നമുക്ക് നല്ലത് നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവുക എന്നുള്ളതാണ്. ദുഃഖവും പേര് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സന്തോഷത്തോടെ കഴിയലാണ്. സന്തോഷിക്കാനായി അള്ളാഹു നമുക്ക് നൽകിയ വിശിഷ്ടമായ ഒരു ദിനമാണ് പെരുന്നാളിന്റെ പകൽ എന്നുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ച് നോമ്പെടുത്ത് പരിക്ഷീണിതരാണ് നമ്മളൊക്കെ. നോമ്പെടുത്ത പകലുകൾ, തറാവീഹുകളുടെ രാത്രികൾ, നമ്മളൊക്കെ ഓതിയ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ച് അഗതികൾക്കും ആലംബഹീനർക്കും പടച്ച തമ്പുരാന്റെ മാർഗത്തിലുമൊക്കെ നമ്മൾ ചെലവഴിച്ച നാണയത്തുട്ടുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മളൊക്കെ ആവർത്തിച്ച് ഉരുവിട്ട ദിക്റുകൾ. സഹോദരങ്ങളെ, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥൻ ഇതൊന്നും പാഴാക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹുവല്ലാതെ കരുണയുള്ളവനാണ്. അല്ലാഹു നിങ്ങളുടെ ആരുടെയും വിശ്വാസത്തെ പാഴാക്കുന്നവനല്ല. പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവനോടുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളൊന്നും പാഴാക്കാൻ മാത്രം കരുണയില്ലാത്തവനല്ല അള്ളാഹു എന്ന് തിരിച്ചറിയുക. അള്ളാഹു നമ്മളുടെ തിന്മകളൊക്കെ പുറത്തു തരാമെന്ന് ഏറ്റതാണ്. നമ്മുടെ പദവികളൊക്കെ ഉയർത്തിത്തരാമെന്ന് അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്തതാണ്. തീർച്ചയായും അള്ളാഹു നമ്മളുടെ കൂലികൾ കൂട്ടിത്തരും. നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട ചില ഹദീസുകളിൽ അതുണ്ടായിരുന്നല്ലോ. 10 മുതൽ 700 ഇരട്ടി വരെയാണ് അള്ളാഹു നന്മകൾക്ക് പ്രതിഫലം കൊടുക്കുക എന്ന് തിരുവരുളുകളിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. നോമ്പിനെ സംബന്ധിച്ച് നാഥൻ പറഞ്ഞത് അതിന് ഞാൻ പ്രതിഫലം കൊടുത്തുകൊള്ളാം, അതെനിക്കുള്ളതാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആദ്യ മഹത്തായ ആ പ്രതിഫലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഒന്നറിയുക, ഇന്നാണ് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ എടുത്ത നോമ്പിന്റെയും നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും സൽക്കർമ്മങ്ങളുടെയും ഒക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്ന ദിവസം ഇന്നാണ്. സമ്മാനം നൽകപ്പെടുന്ന ദിവസം ഇന്നാണ്. നരകമോചനം ലഭിച്ച് നമ്മൾ സന്തോഷിക്കുന്ന ദിനം ഇന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തില് നോമ്പെടുത്തവർക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനുള്ള ദിനങ്ങളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറഞ്ഞതായിട്ട് ലിസ്സാഇമി ഫർഹതാൻ യഫ്റഹുമാ, നോമ്പുകാരന് 2 സന്തോഷമാണുള്ളത്. അവൻ ആ രണ്ട് സമയത്തും സന്തോഷിക്കും. യഫ്റഹുമാ, ആ 2 അവസരത്തിലും നോമ്പുകാരൻ സന്തോഷിക്കും. മുമ്പ് നമ്മൾ കേട്ട ഹദീസിന്റെ വേറൊരു വേർഷനാണ് ഇത് എന്ന് മാത്രം. നോമ്പുകാരന്റെ ആ 2 സമയത്തും അവൻ സന്തോഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒന്ന്, ഇദാ അഫ്തറ, നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷം എന്ന് ഈ നോമ്പ് കാലത്ത് നമ്മൾ ഈ ഹദീസിന് അർത്ഥം പറഞ്ഞെങ്കിൽ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്ന അതിന്റെ മറ്റൊരു അർത്ഥം ഈദുൽ ഫിത്തർ വരുമ്പോഴുള്ള സന്തോഷം എന്നാണ്. ഈ ഒരു പെരുന്നാളിന്റെ പേര് ഈദുൽ ഫിത്തർ എന്നാണ്. ഫിത്തർ എന്ന വാക്കിന്റെ അർത്ഥം നോമ്പ് മുറിക്കുക എന്നാണ്. ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് നോമ്പില്ല, ഇന്നത്തെ പ്രഭാതത്തിൽ നോമ്പ് പാടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്ന വിശ്വാസികളോട് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് പള്ളിയിലേക്ക് വരണം എന്നുള്ളതാണ്. വലിപ്പെരുന്നാളിന്റെ സമയത്തുള്ള റസൂലിന്റെ സന്ദേശം മറ്റൊന്നാണ്. കാരണം ഇന്നലെ വരെ നമ്മൾ സുബഹിക്ക് ശേഷം നമ്മുടെ വായിലേക്ക് ഒരു വെള്ളം അടുപ്പിച്ചിട്ടില്ല, നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അതിൽ നിന്നും തികച്ചും വ്യത്യസ്ത
വ്യത്യസ്തമായിക്കൊണ്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലേക്ക് വരും മുമ്പേ നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇന്നലെ ഉണ്ടായിരുന്ന നോമ്പ് ഇന്നില്ല എന്നർത്ഥം. ഇന്നലെ ഉണ്ടായിരുന്ന നോമ്പിൽ നമ്മൾ സന്തോഷിച്ചിരുന്നു. നാഥന് വേണ്ടിയിട്ട് പട്ടിണി കിടക്കുകയാണല്ലോ, നാഥന് വേണ്ടിയിട്ട് എന്റെ വികാരങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണല്ലോ, പടച്ച തമ്പുരാന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് എന്റെ ഉറക്കം മാറ്റിവെച്ചിട്ടുണ്ട്, എന്റെ മറ്റു ആവശ്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് നമുക്ക് സന്തോഷമായിരുന്നു. ഇന്നും നമ്മൾ സന്തോഷിക്കുന്നു. ഇന്ന് നമ്മൾ അതൊക്കെ തിരിച്ചു പിടിച്ചിട്ടാണ് സന്തോഷിക്കുന്നത്. ഇന്നലത്തെ സന്തോഷം പട്ടിണി ഇരുന്നിട്ടുള്ള സന്തോഷമാണെങ്കിൽ ഇന്ന് പള്ള നിറച്ചിട്ടുള്ള സന്തോഷമാണ്. ഇന്നലത്തെ സന്തോഷം പാതിരാവുകളിൽ ദീർഘനേരം പ്രാർത്ഥിച്ചിട്ടുള്ള സന്തോഷമാണെങ്കിൽ ഇന്ന് അത്ര പ്രാർത്ഥിക്കേണ്ടതില്ല എന്നുള്ളതാണ്. രാത്രി നിങ്ങൾ കുറെ കിടന്ന് ഉറങ്ങിക്കോളൂ, രാത്രി കുറച്ചൊക്കെ എണ്ണിച്ച് ഇങ്ങനെ കുറെ നിസ്കരിച്ചാൽ മതി എന്ന് അള്ളാഹു നമ്മളോട് വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യകാലത്ത് ലഭിച്ച വഹ്യികളിലൂടെ നമ്മളിത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സന്തോഷത്തിന്റെ അവസരമാണ്. ഇനി മറ്റൊരു സന്തോഷം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നാളെ നമ്മളൊക്കെ നമ്മുടെ നാഥനെ കാണും, പടച്ച തമ്പുരാനെ കാണും. ജീവിതത്തിൽ നമ്മളൊക്കെ അനുഷ്ഠിച്ച നോമ്പിന്റെ, നിസ്കാരത്തിന്റെ, ഖുർആൻ പാരായണത്തിന്റെ, പ്രബോധന പ്രവർത്തനങ്ങളുടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രതിഫലവുമായിട്ട് നമ്മളെ സ്വീകരിക്കാൻ അള്ളാഹു കാത്തിരിക്കുന്ന ഒരു നാള് വരാനുണ്ട്. ആ നാളേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മളൊക്കെ അതിന്റെ പേരിൽ വല്ലാതെ സന്തോഷിക്കും. അതായിരിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം. സഹോദരങ്ങളെ, ഇവിടെ ചില ആളുകൾക്ക് നഷ്ടബോധമുണ്ട്. നമ്മളൊക്കെ ചിലര് നഷ്ടത്തെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ സമയം നഷ്ടപ്പെടുത്തിയവർക്കുള്ള നഷ്ടബോധത്തിന്റെ സങ്കടമാണത്. സഹോദരങ്ങളെ, ഇക്കൊല്ലത്തെ ഇത് വരുമ്പോഴും മുസ്ലിം ഉമ്മത്ത് പ്രതിസന്ധിയിൽ തന്നെയാണ്. എന്നും നമ്മൾ എല്ലാ ഈദ് കാലത്തും പറയാറുള്ളത് തന്നെയാണ്. നമ്മളിപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സ്വസ്ഥമായി അള്ളാഹുവിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട, അവന് സുജൂദ് ചെയ്യാനായി തയ്യാറാക്കപ്പെട്ട പള്ളിയിൽ വന്ന് പെരുന്നാൾ നിസ്കരിച്ചു. ഈദ്ഗാഹുകളിൽ നമുക്ക് സന്തോഷത്തോടെ പെരുന്നാൾ നിസ്കരിക്കാൻ കഴിയുന്നുണ്ട്. പൊതുനിരത്തിൽ നമ്മൾ പെരുന്നാൾ നിസ്കരിക്കുന്നുണ്ട്. നമ്മളെ ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. പോലീസ് നമുക്ക് സപ്പോർട്ടായിരുന്നു, ഭരണകൂടം നമുക്ക് സപ്പോർട്ടായിരുന്നു, നമ്മുടെ പരിസരത്തുള്ള സഹോദര സമുദായങ്ങൾ നമുക്ക് സപ്പോർട്ടായിരുന്നു. പക്ഷെ ഒന്നറിയുക, നമ്മൾ ജീവിക്കുന്ന ഇതേ ഇന്ത്യ രാജ്യത്ത്, ഉത്തർപ്രദേശില്, യുപിയില് സമ്പലിലെ മുസ്ലിങ്ങൾക്ക് ഈദ് നിസ്കാരത്തിന് അനുമതിയില്ല എന്നുള്ള കാര്യം പത്രമാധ്യമങ്ങൾ വഴി, ചാനലുകൾ വഴി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ടെറസുകൾക്ക് മുകളിലോ പൊതുനിരത്തിലോ പെരുന്നാൾ നിസ്കരിക്കുന്നത് ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യ രാജ്യത്തിലെ UP ഭരിക്കുന്ന അഭിനവ് ഫിർഔൻ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നമുക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് വലിയ അളവിൽ നമ്മൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, വഖഫിന്റെ ബില്ല് നമ്മളുടെ തലക്ക് മുകളിൽ ഡെമോക്രസിയുടെ വാള് പോലെ തൂങ്ങി നിൽക്കുകയാണ്. പ്രദർശനാനുമതി ലഭിച്ച സിനിമകൾ പോലും ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെ ക്രൂരതകൾ തുറന്നു കാട്ടുന്നു എന്ന കാരണത്താൽ വീണ്ടും സെൻസർഷിപ്പിന് വിധേയമാകുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ മറുവശത്ത് കളവുകളുടെ ഘോഷയാത്ര അത് അകതങ്ങനെ തീർക്കുന്നുണ്ട്. അള്ളാഹുവിനോട് ഈ വിഷയത്തിൽ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. നോമ്പിന്റെ രാവുകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്ന നാഥൻ ഉറങ്ങിയിട്ടില്ല എന്ന് തിരിച്ചറിയുക. അള്ളാഹ് ഇപ്പോഴുമുണ്ട്. അള്ളാഹ് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനായി കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. സഹോദരങ്ങളെ, ഷാം പ്രദേശങ്ങൾ വർഷങ്ങളായി കാലുഷ്യത്തിലാണ്. ഷാം പ്രദേശങ്ങൾ എന്നുള്ളത് ചരിത്രത്തിലെ ഒരു പേരായി മാത്രം മാറിയിരിക്കുന്നു. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ അതിന്റെ പേര് ഫലസ്തീൻ എന്നാണ്, സിറിയ എന്നാണ്, ലബനോൻ എന്നാണ്, അങ്ങനെ മറ്റു പല പേരുകളുമാണ്. നമ്മൾ ആ രീതിയിലാണ് അതറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണം സുഹൃത്തുക്കളെ, പെരുന്നാളിന്റെ സന്തോഷം ഞാനായിട്ട് കെടുത്താൻ തന്നെ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഗസയിലെ സഹോദരങ്ങളുടെ അടുത്തേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഞാനത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 1.5 കൊല്ലത്തെ മുറിവുകൾ കാരണമായി പെരുന്നാളിന്റെ പൊലിവില്ലാതായ ആളുകളാണ് ഗസയിലെ നമ്മളുടെ സഹോദരങ്ങൾ. ലോകത്തോടുള്ള അവരുടെ സന്ദേശങ്ങൾ നമ്മൾ ഇൻസ്റ്റയിൽ കാണുന്നുണ്ട്, ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്, യൂട്യൂബിൽ ലൈവിൽ നമ്മൾ കാണുന്നുണ്ട്.
ഞങ്ങൾ യുദ്ധപറിയന്മാരല്ല എന്ന് ലോകത്തോട് അവർ വിളിച്ചു പറയുമ്പോഴും അമേരിക്കയുടെ യാങ്കി ഭരണകൂടത്തിന്റെ ഇസ്രയേലിന്റെ പോർവിമാനങ്ങൾ അവർക്ക് തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഞങ്ങളുടെ ചോരയ്ക്കും വിലയുണ്ട്. മറ്റു രാഷ്ട്രങ്ങളുടെ പൗരന്മാരുടെ ചോരയുടെ വിഷയത്തിലുള്ള അവരുടെ സുരക്ഷിതത്വത്തിന്റെ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിലുള്ള അങ്കലാപ്പ് ഞങ്ങളുടെ വിഷയത്തിൽ എന്തേ കിട്ടുന്നില്ല? ഞങ്ങൾ മനുഷ്യരാണെന്ന് പോലും അംഗീകരിക്കാൻ ലോകം തയ്യാറാകുന്നില്ലല്ലോ. ഇസ്രയേൽ അമേരിക്കൻ പൈശാചിക കൂട്ടുകെട്ട് ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, 40 കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഒരു തുറന്ന ജയിലിലാണ് നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾ, ഗസയിലെ സഹോദരങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. 10,000-ങ്ങളാണ് കൊല്ലപ്പെട്ടു പോയത്. വർഷങ്ങളായി അധിനിവേശകരുടെ ജയിലുകളിൽ നിറക്കപ്പെട്ട ആളുകൾ അവിടെ ഇപ്പോഴും സൂര്യവെളിച്ചം കാണാൻ പറ്റാതെ ജയിലുകളിലുണ്ട്. സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് സന്ദർശനമില്ലാത്ത മസ്ജിദുൽ അഖ്സ നമ്മൾ കാണുന്നുണ്ട്. കഅബാലയത്തിലേക്ക് ഉംറയ്ക്കും ഹജ്ജിനും തവാഫിനും സിയാറത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് പോകുന്ന ആളുകൾ സന്തോഷത്തോടെ അവിടത്തെ ശീതീകരിച്ച പള്ളിയുടെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിന് ആരാധന അർപ്പിക്കുമ്പോൾ പടച്ച തമ്പുരാൻ നമുക്ക് തന്ന നമ്മളുടെ ആദ്യത്തെ ഖിബല അത് ജൂതന്റെ നിയന്ത്രണത്തിലാണ്. അവിടെ 60 കഴിഞ്ഞ ആളുകൾ മാത്രമേ പരിശോധിച്ച് കടത്തിവിടുന്നുള്ളൂ എന്നത് നമ്മളുടെ മനസ്സിലൊരു നോവായിട്ട് ബാക്കി വെക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഗസയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ജീവിക്കാൻ ആവശ്യമായ ഒന്നും അവിടെയില്ല. ശുദ്ധജലമില്ല, വൈദ്യുതിയില്ല, പാചകം ചെയ്യാനുള്ള വിറകോ ഗ്യാസോ ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ സൗകര്യം പാചകം ചെയ്യാൻ അവരുടെ അടുക്കളകളിൽ ഒന്നുമില്ല എന്നല്ല, അടുക്കളയില്ല, വീടില്ല, ആശുപത്രികളില്ല, കൊടിയ പട്ടിണിയുമായി കഴിഞ്ഞുകൂടുന്ന പാവങ്ങളാണ് ഇന്നീ പെരുന്നാളിന്റെ ദിവസത്തിലും അവിടെയുള്ളതെന്ന് മനസ്സിലാക്കുക. അവർക്ക് പണിയെടുക്കാനുള്ള ഇടങ്ങളില്ല, കൃഷിയിടങ്ങളില്ല, കടലോരമാണ്. പക്ഷേ മത്സ്യബന്ധനത്തിന് പോകാനൊട്ട് ഇസ്രയേലിന്റെ പോലീസും പട്ടാളവും സമ്മതിക്കുന്നില്ല. ആരോഗ്യ രംഗമെന്നൊന്ന് പറയാൻ തന്നെ ആ നാട്ടില് ഇല്ല. ജോലി ചെയ്യാൻ ഓഫീസുകളില്ല. സഹോദരങ്ങളെ, അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് പടച്ചതമ്പുരാന് മാത്രം അറിയാവുന്ന ഒരു വലിയ സംഗതിയാണ്. ഇതിനൊക്കെ അപ്പുറത്ത് മുമ്പൊക്കെ 40 കിലോമീറ്റർ ചുറ്റളവ് എന്ന് നമ്മൾ ഈ പറഞ്ഞിരുന്ന ഈ ഗസ ഇന്ന് 2ആയി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഗസയെ സംബന്ധിച്ചുള്ള ഇടനാഴി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തെക്കും വടക്കുമായി മാറ്റിവെച്ചിരിക്കുന്നു ഇന്ന് 40 കിലോമീറ്ററുടെ ഈ പ്രദേശം. ഇതിന്റെ ഇടയിലൂടെ കടന്നു പോകുന്ന റോഡ് ഇസ്രായേൽ പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലാണ്. തെക്കൻ ഭാഗത്തുള്ളവർക്ക് വടക്കോട്ട് പോകാനോ വടക്കുള്ള ആളുകൾക്ക് ഇപ്പുറത്തേക്ക് വരാനോ സാധിക്കാത്ത ഒരു വല്ലാത്ത ഒരു പ്രയാസത്തിലാണ് ഗസയിലെ നമ്മുടെ സഹോദരങ്ങളുള്ളത്. സകല മാനുഷിക ജനാധിപത്യ മര്യാദകളെയും ചവിട്ടിമെതിച്ചുകൊണ്ട് നിരോധിത ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഗസയിലെ വീടുകളും ആശുപത്രികളും വ്യോമകരമാർഗത്തിലൂടെ ഇസ്രായേൽ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നിങ്ങൾ വായിച്ച ഹൃദയഭേദകമായൊരു വാർത്തയുണ്ടാവും. റെഡ് ക്രോസിന്റെ, റെഡ് ക്രസന്റിന്റെ ഫലസ്തീനിൽ പ്രവർത്തിക്കുന്ന, ഇന്ന് നമ്മുടെ നാട്ടിൽ റെഡ് ക്രോസ് എന്നറിയപ്പെടുന്ന, അറബ് നാടുകളിൽ റെഡ് ക്രസന്റ് എന്നറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തകരായ വാളണ്ടിയർമാരുടെ കൊന്ന് ആംബുലൻസുകളടക്കം ഇസ്രായേൽ കുഴിച്ചുമൂടിയത് 2 ദിവസം മുമ്പ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, എത്ര ക്രൂരതയാണ്. യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് വെടിയേറ്റും പരിക്കേറ്റും വീഴുന്ന ആളുകളെ ശുശ്രൂഷിക്കാൻ വേണ്ടി നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകരെ അവരെ കൊന്ന് ആംബുലൻസ് അടക്കം കുഴിച്ചുമൂടാൻ മാത്രമുള്ള കിരാതത്വം, ദുഷിച്ച നടപടി, അത് ചെയ്യാൻ ഇറക്കാത്ത ജൂതന്റെ ക്രൂരമനസ് ലോകം കാണുന്നുണ്ട്. സഹോദരങ്ങളെ, മുറിവേൽക്കാത്ത ഒരാളും ഇല്ല എന്നായിരിക്കുന്നു ഗസയിൽ. നമ്മുടെ ചാനലുകളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റയിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ആളുകളുടെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പലരുടെയും മുഖത്ത് നിന്ന് ചോര വലിക്കുന്നുണ്ട്, പലർക്കും മുറിവേറ്റിട്ടുണ്ട്. 40% കൊല്ലപ്പെട്ട ആളുകൾ സ്ത്രീകളും കുട്ടികളുമാണെന്ന് അന്താരാഷ്ട്ര മീഡിയകൾ നമ്മളോട് വിളിച്ചു പറയുമ്പോഴും നമ്മളൊക്കെ അത്ഭുതപ്പെടുകയാണ്. എന്താണ് ഇനിയും ലോകം ഗസയിൽ നിന്നും കാത്തിരിക്കുന്നത്? സമ്പൂർണ്ണ വിനാശമായിരിക്കാം ഒരു പക്ഷേ ലോകം ഇന്ന് ഗസയിൽ നിന്നും അത് സംഭവിക്കണമെന്നായിരിക്കാം ഒരു പക്ഷേ യൂറോപ്യന്മാർ ആഗ്രഹിക്കുന്നത്, അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ അതിനു വേണ്ടിയിട്ട് സമ്പൂർണ്ണ വംശഹത്യക്ക് വേണ്ടിയിട്ടാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുരുതി ഇങ്ങനെ നാൾക്ക് നാൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രക്തസാക്ഷികൾ, മുറിവേറ്റവർ, എവിടെയും നിലവിളികൾ, കരച്ചിലുകൾ, അവരുടെ ക്ഷമയറ്റിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മക്ക കാലഘട്ടത്തിൽ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല അൻഹു വന്ന് ചോദിക്കുന്നില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ നബിയെ
ഞങ്ങളുടെയൊക്കെ മുഖത്തു മാംസങ്ങളില്ല, മരുഭൂമിയിൽ തീക്കനലിൽ മലർത്തിക്കിടത്തിയിട്ട് വലിച്ചിട്ട് ഞങ്ങളുടെ മാംസം അടർന്നു പോയിരിക്കുന്നു. ബിലാലിന്റെ പുറത്ത് കൂറ്റൻ കരിങ്കല്ല് കെട്ടിവെച്ച് മരുഭൂമിയിലെ ചൂടില് അദ്ദേഹത്തെ വലിച്ചിഴക്കുന്നുണ്ട്. തെണ്ടിപ്പുള്ള ഒരു കല്ലെറിയുന്നുണ്ട്. ഒരു സമാധാനമില്ല നബിയെ. സുമയ്യ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയായിരിക്കുന്നു. അതും സ്വന്തം യജമാനന്റെ കയ്യിൽ നിന്നല്ല, ക്രൂരനായ അബൂജഹലിന്റെ കയ്യിൽ നിന്ന്. ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുക്കുന്ന സമാധാനത്തിന്റെ ഒരു സന്ദേശമുണ്ട്, ക്ഷമയുടെ ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ധൃതി കാട്ടല്ലേ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളെ അവരെ നേരെ നിർത്തിയിട്ട് തല മുതൽ താഴ്ഭാഗം വരെ ഈർച്ചവാളുകൾ കൊണ്ട് ഈർന്നവരെ കൊന്നിട്ടുണ്ട്. അവരെ നേരെ നിർത്തിയിട്ട് ഇരുമ്പ് ചീർപ്പുകൾ കൊണ്ട് അവരുടെ എല്ലുകളിൽ നിന്നും മാംസം ഇങ്ങനെ വടിച്ചെടുത്തിട്ടുണ്ട്. കുഴി കുത്തിയിട്ട് അതിൽ തീ കത്തിച്ചിട്ട് അതിലേക്ക് ജീവനോടെ തള്ളിയിട്ടുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം സഹാബികളെ, ഒരു കാലം വരാനിരിക്കുന്നു. അന്ന് ഹദർമൗത്ത് മുതൽ സനഅ വരെ, അല്ലെങ്കിൽ ഹദർമൗത്ത് മുതൽ മക്ക വരെ ഒരു പെണ്ണിന് ചെന്നായല്ലാതെ വേറെ ഒന്നിനും പേടിക്കാതെ ഒറ്റയ്ക്ക് നടന്നു വന്ന് ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം വരാനുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു. സഹാബത്ത് അത് അംഗീകരിച്ചു. പക്ഷേ പടച്ച തമ്പുരാനെ, ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അത്രയും ഈമാനുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അവർ പ്രതിഷേധ പ്രകടനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നിരത്തില്. അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പുതിയ മാധ്യമങ്ങള് അത് സമൂഹത്തിന്റെ പുറത്തേക്ക് ഗസയിൽ ഹമാസിനെതിരെ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആകെ നടന്ന ഒരൊറ്റ പ്രതിഷേധത്തെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതിയുണ്ട്. അവരുടെ ക്ഷമ അവർ വിട്ടിരിക്കുന്നു. അള്ളാഹുവേ, അവരെ സഹായിക്കുക എന്നുള്ളത് നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇത് പടച്ച തമ്പുരാനോട് പറയാൻ പ്രാർത്ഥനയിലൂടെ അള്ളാഹിന്റെ മുമ്പിൽ ഇത് വീണ്ടും ഉണർത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഗസയിലെ നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ ഐക്യപ്പെട്ടു എന്ന് പറയുന്നത് വെറും പച്ചക്കള്ളമാണ് എന്ന് മനസ്സിലാക്കണം. ഇതുവരെയുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ പലപ്പോഴും അവർ ഓർത്തിട്ടുണ്ടാകും. പക്ഷെ ഒന്ന് ആലോചിക്കൂ, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും മുഅ്മിനാവുകയില്ല. നമുക്ക് വേണ്ടി എന്തൊക്കെ ഇഷ്ടപ്പെട്ടു. പെരുന്നാളിന് പുതിയ പുടവെടുക്കാൻ നമുക്ക് വേണ്ടി ഇഷ്ടമായിരുന്നു. പെരുന്നാളിന് നമ്മുടെ വീട്ടിൽ വിശിഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടി ഇഷ്ടമായിരുന്നു. പെരുന്നാളിന് നമ്മുടെ ബന്ധുജനങ്ങളെ സന്ദർശിക്കാൻ നമുക്ക് വേണ്ടി ഇഷ്ടമായിരുന്നു. ഇതൊക്കെ ഗസയെ സംബന്ധിച്ചും ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ പൊതു ഉടവകളില്ല, അവിടെ ഭക്ഷണമില്ല, അവർക്ക് സന്ദർശിക്കാൻ ബന്ധുജനങ്ങളില്ല. സ്വന്തം വീട്ടിലെ തന്നെ 50% ആളുകൾ രക്തസാക്ഷികളായി കബറിടങ്ങളിലേക്ക് പോയിരിക്കുന്നു. അടുത്ത നിമിഷം വന്നു വീഴുന്ന ബോംബ് ആരുടെ തലയ്ക്ക് മീതെയാണ് എന്നറിയില്ലാതെ നട്ടം തിരിയുന്ന പാവം ജനത. അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിലെ 50% അല്ല മാറ്റിവെക്കേണ്ടത്. കഴിയുമെങ്കിൽ പ്രാർത്ഥന മുഴുവൻ അവർക്ക് വേണ്ടി ആയിരിക്കണം. നാഥനായ പടച്ച തമ്പുരാന്റെ അടുക്കിലേക്ക് നമ്മുടെ ഈ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ കുന്നുകൂടി ചെല്ലണം. അള്ളാഹു തീർച്ചയായും കരുണ ചൊരിയും. കാരുണ്യവാനായ നാഥൻ നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ, അവർക്കും സമാധാനം നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. اللهم صل على محمد وعلى آل محمد. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വ ജീവിതത്തിൽ നിന്നും മുറുകെ പിടിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും മുത്തഖികളാക്കി നിലനിർത്തുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടി പടച്ച തമ്പുരാനെ ഇബാദത്ത് ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണാവാരിധിയായ നാഥ, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായി പ്രയാസപ്പെടുന്ന അനേകം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് ഈ റമദാനില് ഞങ്ങളൊക്കെ ഒന്ന് അല്പം പുറത്തേക്കിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അള്ളാഹുവേ, നീ അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ജോലിയില്ലാത്തവർക്ക് റബ്ബേ നീ നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, പടച്ചവനെ,
മാനസികമായ പ്രയാസത്തിൽ കഴിയുന്ന പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിൽ, ശാരീരികമായ കഷ്ടപ്പാടുകളുടെ പേരിൽ, കുടുംബ ബന്ധങ്ങളുടെ അകൽച്ചയുടെ പേരിൽ. അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ പ്രയാസവും ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാണ്. നാഥ, എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും നീ തീർത്തു കൊടുത്ത് അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. പടച്ചവനെ, കഴിഞ്ഞ വിശുദ്ധ റമദാനിന്റെ ദിനങ്ങൾ, ദിനരാത്രങ്ങൾ നിനക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി എന്തൊക്കെയോ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. വളരെ കുറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. പക്ഷെ നിന്റെ സൂക്ഷ്മ പരിശോധനയിൽ അതൊന്നും മികച്ച ഒരു പ്രവർത്തനങ്ങളും ആയിരിക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അല്ലാഹുവേ, അതിന്റെ കുറ്റവും കുറവും നോക്കാതെ നീ ഞങ്ങളിൽ നിന്ന് സമ്പൂർണമായി സ്വീകരിക്കണേ അല്ലാഹുവേ. ചെയ്യാൻ കഴിയാത്ത നന്മകളുടെ പേരിൽ അല്ലാഹുവേ നീ ഞങ്ങളുടെ പിടികൂടല്ലേ അല്ലാഹ്. പാപങ്ങൾ പലതും ചെയ്തു പോയിട്ടുണ്ട്. പടച്ച തമ്പുരാനെ, നിന്റെ മാപ്പിന് ഞങ്ങൾ വല്ലാതെ പ്രതീക്ഷ വെക്കുന്നവരാണ്. നിന്റെ കരുണ വളരെ വലുതാണ്. നിന്റെ ഹബീബ് ഞങ്ങൾക്ക് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അഫു നിനക്ക് ഇഷ്ടമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവേ, അത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ അത് പറയുന്നത് നിന്റെ ഹബീബായതുകൊണ്ട് ഞങ്ങളതിൽ വല്ലാതെ പ്രതീക്ഷ വെക്കുന്നുണ്ട്. പടച്ചവനെ, നീ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹുവേ. ഞങ്ങൾ നിന്നോട് പശ്ചാത്തപിക്കുകയാണ് അല്ലാഹുവേ. നീ ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ അല്ലാഹുവേ. തിന്മയിലേക്ക് ഞങ്ങളെ ഇനി തിരിച്ചു മടക്കല്ലേ അല്ലാഹുവേ. വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ തിന്മകളിൽ നിന്ന് ഞങ്ങൾ കഴിയുന്നത് പോലെയൊക്കെ അകലം ഞങ്ങൾ പാലിച്ചിരുന്നു. അല്ലാഹ്, ഇനി റമദാനിന്റെ ബന്ധങ്ങളില്ലാത്ത, അതേസമയം പിശാചിനെ തുറന്നുവിട്ടിരിക്കുന്ന ഒരു ലോകത്തേക്കാണ് ഞങ്ങളിനി കടന്നു കയറുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തോണേ അല്ലാഹ്. ഞങ്ങൾ എന്നും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോ നിന്നെ കാവലേൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വരുന്നത്. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പരമേൽപ്പിക്കാൻ നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളെ നന്മയിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിന്റെ പണിയാണ്. ഞങ്ങൾക്കത് കഴിയില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഇച്ഛകൾക്ക് അടിമപ്പെട്ടവരാണ്. ഞങ്ങളുടെ കൂടെയുള്ള പിശാച് എന്ന കരീനിന്റെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി വെമ്പുന്ന മനസ്സും ശരീരവുമാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാഹുവേ, നിന്റെ മാലാഖമാരെ കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ഇസ്രായേലിനെ പരാജയപ്പെടുത്തണേ അല്ലാഹുവേ. എന്തൊക്കെ വേദനകളാണ് ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്നത്. അല്ലാഹുവേ, ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിത്ലുഹാ എന്ന് നിന്റെ കലാമിലൊരു വാക്കുണ്ട്. തിന്മയ്ക്ക് തത്തുല്യമായ തിന്മ തിന്മയ്ക്ക് തത്തുല്യമായ തിന്മയാണ് പ്രതിഫലം എന്നത്. അല്ലാഹുവേ, തത്തുല്യമായ പ്രതിഫലം നീ അവർക്ക് കൊടുക്കണേ അല്ലാഹുവേ. അവർക്ക് ഹിദായത്ത് നീ ഉദ്ദേശിക്കാത്തവരാണെങ്കിൽ അല്ലാഹുവേ, നീ അവരെ നശിപ്പിച്ച് കളയ അല്ലാഹുവേ. ആദിനെ, സമൂദിനെ ഏത് രീതിയിലാണോ നീ ഇല്ലാതാക്കിയത് അല്ലാഹുവേ, അതുപോലെ ഇല്ലാതാക്കാൻ നിനക്ക് കഴിയും. നിന്റെ ഇല്ലാതാക്കലിന്റെ ശാപത്തിന്റെ പ്രത്യേകതകളുമായി നിലനിൽക്കുന്ന ഒരു സ്ഥലം ഇന്നും അതിന്റെ പ്രദേശത്തുണ്ട്. ചാവുകടൽ എന്നാണ് അതിനറിയപ്പെടുക. ആ നാട്ടിൽ ജീവിച്ചിരുന്ന ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയെ ഇല്ലാതാക്കിയതിന്റെ പ്രതീകമായി ലോകത്തിന് പാഠമായിട്ട് നീ അത് ബാക്കിയാക്കിയതാണ്. അല്ലാഹുവേ, നിനക്കത് കഴിയുമെന്ന് ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള അറബ് രാഷ്ട്രങ്ങളൊന്നും ഇത് കാണുന്നില്ല അല്ലാഹുവേ. ആയുധങ്ങളില്ല അവരെ സഹായിക്കാൻ, ആളുകളില്ല അവരെ സഹായിക്കാൻ. ആകെയുള്ളത് ഞങ്ങൾ ഇവിടെയൊക്കെ ഇരുന്ന് നടത്തുന്ന പ്രാർത്ഥനകൾ മാത്രമാണ്. പ്രാർത്ഥനകൾക്ക് കാര്യരമ്പിനേക്കാൾ ശക്തിയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങളോട് ഞങ്ങളുടെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥയും വല്ലാത്തൊരു ഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. അല്ലാഹുവേ, UP മുസ്ലിങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ജയിലുകളിൽ അടക്കപ്പെട്ട നിരപരാധികളായ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്ക് മോചനം നൽകാനും നിനക്ക് മാത്രമേ കഴിയൂ. ഈ ഒരു ഭരണകൂടത്തിന്റെ അടുക്കലെന്നും അഴിമതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ജുഡീഷ്യറിയുടെ അടുക്കലെന്നും എന്തെങ്കിലും ഒരു നീതി ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ള ആകെ പ്രതീക്ഷ നിന്റെ കാരുണ്യം മാത്രമാണ്. പടച്ചവനെ, നീ അവരോട് കരുണ കാണിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹുവേ. നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ നാഥ. പടച്ചവനെ, ഖബറിന്റെ ശിക്ഷ അത് ഭീകരമാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ. ഞങ്ങളിലും നിന്നിലേക്ക് യാത്രയായ പല പ്രിയപ്പെട്ടവരുമുണ്ട്. അല്ലാഹുവേ, സ്വർഗത്തിൽ പരസ്പരം കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കും അവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.
وتب علينا إنك أنت التواب الرحيم وصلى اللهم وسلم على محمد وآله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.